ഭക്ഷണത്തിന് വിശപ്പ് എന്നൊരു ആധാരം ഇന്നില്ല. പണ്ട് ഒരു നാഴി അരി കൊടുത്താലും അത് 1000 ആൾക്ക് ഇന്നത്തെ ഭക്ഷണം കൊടുക്കുന്നതിന് മേലെയാണ്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് പെരുന്നാളിനും നോമ്പിനൊക്കെ വലിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അതിന് കാരണം ഒരു കാലത്തുള്ള ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം തിരിച്ചു വരണം എന്നല്ല ഞാൻ ഈ പറഞ്ഞർത്ഥം. പക്ഷെ അതുകൊണ്ടൊന്നും ഇന്ന് നമുക്ക് നേട്ടം കിട്ടിക്കോളണം എന്നില്ല. നമ്മൾ വിചാരിച്ചൊന്നാവൂല ഇബാദത്ത്. അള്ളാഹിന്റെ അടുക്കൽ അതിനൊക്കെ വലിയ എല്ലാം അങ്ങനെയല്ലേ, എല്ലാം അങ്ങനെയല്ലേ. ബദറിൽ പങ്കെടുത്തവരും പിന്നുള്ള യുദ്ധത്തിൽ പങ്കെടുത്തവരും ഒരുപോലെയല്ല. എന്തേ? ബദർ ത്യാഗാണ്, പിന്നുള്ള അത്ര ത്യാഗമല്ല. ലാ യസ്തവി മൻ ആമന ഖബലൽ ഫത്ഹി വബഅദഹു. മക്ക ഫത്തിന് മുമ്പ് മുസ്ലിം ആയവരും മക്ക ഫത്തിന് ശേഷം മുസ്ലിം ആയവരും ഒരുപോലെയല്ല. എന്റെ മക്ക ഫത്ത് കഴിഞ്ഞപ്പോ ഇസ്ലാമിന്റെ ഒരു മെജോറിറ്റി വന്നു. പിന്നെ പഴയ അതന്നെയല്ലേ. നമ്മളെ നാട്ടിൽ എന്റെ നാട്ടില് പല റോഡുകളും ആളുകള് കഷ്ടപ്പെട്ട് സ്വയം വെട്ടിയതാണ്. എന്റെ കുട്ടിക്കാലത്ത് റോഡില്ല, ചെറിയ നടവഴി, പിന്നെ റോഡാക്കും. എങ്ങനെ? റോഡ് പണിക്ക് വരുന്നവർക്ക് മുഴുവനും രാത്രി കഞ്ഞി കൊടുക്കും. അപ്പൊ ഈ കഞ്ഞി കിട്ടാൻ വേണ്ടിയിട്ട് ആളുകളെല്ലാം റോഡ് പണിക്ക് ഇറങ്ങും രാത്രി. മുത്തേടത്തെ ഏകദേശ റോഡുകളെല്ലാം ആളുകൾ കഞ്ഞിക്ക് വേണ്ടി വിട്ടതാണ്. ഫർനിസ്കരിക്കും, വേറൊന്നുമില്ല. വേറെ ഒരുപാട് ഡ്യൂട്ടികൾ വേറെ ഉണ്ട്. ആ ഡ്യൂട്ടികളൊന്നും ഇല്ലാതെ ഇപ്പൊ പഞ്ചായത്ത് തന്നെ കുടുങ്ങിക്കാണ് റോഡ് കിട്ടാത്തതുകൊണ്ട്. ഇനിയിപ്പോൾ ഏത് റോഡാണ് നന്നാക്കുക? മെമ്പർക്ക് ഒരു 10% അതിന് എടുക്കണമെങ്കിൽ തന്നെ റോഡ് കിട്ടണ്ടേ? നിങ്ങൾ ആ ഫണ്ടല്ല ലാപ്സായി മെമ്പർക്ക് ഒന്നോട് കിട്ടിയതുമില്ല. അല്ല, ഇതൊക്കെ സത്യമാണ്. അന്ന് അങ്ങനെയല്ല, സർക്കാർ അതിൽ പൈസ ഇല്ല. അപ്പൊ ജനങ്ങൾ കെട്ടിലാക്കണം. അപ്പൊ ഇനി 10-100 ആളുകൾ റോഡൊട്ടാൻ വരും. ഇവർക്ക് കഞ്ഞുണ്ടാക്കലൊരു പണിയാണ്. ഇങ്ങനെയുള്ള പ്രയാസങ്ങളുള്ള കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. ആ പ്രയാസങ്ങളെല്ലാം ഇന്ന് നാട് നീങ്ങി. അപ്പൊ നമ്മൾ വിചാരിച്ചു നന്നായിട്ടില്ല. ഇന്നിപ്പോ ആളുകൾക്ക് ഷൈൻ ചെയ്യണമെങ്കിൽ പള്ളിയിൽ വരണം. പിന്നെ പള്ളി കമ്മിറ്റിയാണ് ബഹളം വെക്കണം. ഞാൻ ഇത് തെറ്റാന്ന് പറയല്ല, തെറ്റാണോ ശരിയാണോ എന്ന് പോലും ഇപ്പം എനിക്കറിയില്ല. ചില കാര്യങ്ങൾ നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാവില്ല, ശരിയാണെന്ന് മനസ്സിലാവില്ല. ഞാൻ വയൽ പറയാൻ നിന്നിട്ട് പള്ളിയിൽ ആൾ കൂടുന്നതിനെ പറ്റി എതിര് പറയാന്ന് പറഞ്ഞാൽ ഇതൊരു മോശമാണ്. പക്ഷെ അതേ സമയത്ത് ഇന്ന് ഹബീബായ റസൂൽ പറഞ്ഞിട്ട് ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ പള്ളികളിൽ ആളുണ്ടാവും, പക്ഷെ ഒരാൾക്ക് പോലും അള്ളാഹു സ്വീകരിക്കുന്ന നിസ്കാരം ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പള്ളികൾ തന്നെ വലുതാവും, പള്ളികൾ വലിയ വലിയ പള്ളികളാവും. പള്ളികളുടെ കാര്യത്തിൽ ജനങ്ങൾ ദുരഭിമാനം പറയും. ലാ തഖുമുസ്സാ, അന്ത്യനാളുണ്ടാവുകയില്ല. ഹത്താ യതബാഹന്നാസു ഫി മസാജിദിഹിം, അവരവരുടെ പള്ളികളിൽ ദുരഭിമാനം പറയാതെ ഒരിക്കലും അന്ത്യനാൾ സംഭവിക്കൂല എന്ന് ഹബീബാനി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തന്നെയല്ലേ ഓരോ പള്ളികൾക്കും പുതിയ അതിനേക്കാൾ ഭംഗിയുള്ള പുതിയ പള്ളികൾ. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളാണ്. അപ്പൊ ഇതൊക്കെയാണ്. ഇതിന് ശരിയോ തെറ്റി എന്നൊന്നും പറയാൻ കഴിയില്ല. ഞാൻ ഇത് പറയാനുള്ള കാരണം, ഇബാദത്ത് എന്നാൽ എല്ലാം ഒരു ഏകശിലാരൂപം നിസ്കാരത്തിൽ മാത്രം. ബാക്കിയൊക്കെ സാഹചര്യത്തിന് അനിവാര്യതകൾ കൊണ്ട് മുഅ്മിനീങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. പഴയ കാലത്ത് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒരു വീടിന് മഴ എടുക്കാനായാൽ ഏപ്രിൽ മെയ് മാസത്തിൽ സഹകരിച്ച് വീട് കെട്ടിക്കൊടുക്കും. അല്ലെ? അങ്ങനെ തന്നെയല്ലേ? പഴയ ഓല ഇറക്കും, എന്നിട്ട് പുതിയ ഇല. ഇല്ലെങ്കിലോ ഈ കുടുംബം മഴയത്താവും. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു വീടല്ല. അപ്പൊ അതൊരു ഇബാദത്താണ്. ഒരു വീട് കെട്ടിക്കൊടുക്കുമ്പോഴത്തിന് പല പണിയും നടക്കും. അതൊരു ഇബാദത്താണ്. ആ ഇബാദത്തിന്റെ ഫലം ഇന്ന് നമ്മൾ 1000 ദിവസം നിസ്കരിച്ചാൽ കിട്ടൂല. അതാൽ കാരണം എന്ത്? ഒരു മനുഷ്യനൊരു വീട് ഉണ്ടാക്കി കൊടുത്താൽ, ഒരു മനുഷ്യൻ രാത്രി കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ, അതിൽ മനുഷ്യൻ വസിക്കുന്ന കാലത്തോളം അതുണ്ടാക്കാൻ സഹകരിച്ചവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്നു. പുണ്യ റസൂൽ പറഞ്ഞില്ലേ? എത്രയാണത്? പകലും രാത്രി ഇവർക്ക് ഓർമ്മ വരുമല്ലോ. നമ്മൾ അമ്മൂട്ടിക്കയും മമ്മദിക്കയും വരെ 4 ആൾ കൂടിയതുകൊണ്ടാണ് റബ്ബേ ഇന്ന് ഞങ്ങൾ ചോർന്നൊരുക്കാതെ കിടക്കണത്. റബ്ബേ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വിളി പോലെ. من مات فأثنى عليه 4 من أهل أبيات جيرانه فقالوا ما رأينا فيه إلا خيرا فيقول الله كان فيه ولكني غفرت له. ഒരാൾ മരിച്ചപ്പോൾ 4 അയൽ വീട്ടുകാർ അടക്കം പറഞ്ഞു,
വല്ലാത്തൊരു മനുഷ്യൻ. ആ മനുഷ്യനെ കൊണ്ട് അന്ന് നമുക്ക് ഈ നന്മ കിട്ടി എന്ന് പറഞ്ഞാൽ 4 വീട്ടുകാർ പറഞ്ഞാൽ ഖൈറല്ലാതെ ഒന്നും അയാൾ നമുക്ക് ചെയ്തിട്ടില്ല. അയാളെ കൊണ്ടാണ് നമുക്ക് കിണറുണ്ടായത്, അയാളെ കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഓരോ മേഞ്ഞ വീട്ടിൽ നമ്മൾ പാർക്കണത്, അയാളെ കൊണ്ടാണ് 4 വീട്ടുകാർ പറഞ്ഞാൽ ഖൈറല്ലാതെ ഒന്നും അയാളിൽ ഉണ്ടായിട്ടില്ല. അള്ളാഹു പറയും കനഫിഹി, ഖൈറല്ലാത്തതും അയാളുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾക്കൊക്കെ അയാൾ നന്മ ചെയ്തുകൊണ്ട് വലാക്കിനി ഓഫർത്തുലഹു, ഞാൻ അയാൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. അവസാനിപ്പിക്കുക. അപ്പോൾ ഇതാണ് പെരുന്നാൾ സന്ദേശം എന്ന് പറഞ്ഞാൽ ഇതന്നെ. ഞാൻ അവസാനിപ്പിക്കുക. എന്താണ് അതിൻ്റെയൊക്കെ ഒരു അർത്ഥം? ഇന്നിപ്പോൾ നിസ്കരിക്കുന്ന നമ്മൾ നിസ്കരിക്കും, പക്ഷേ അയൽ വീട്ടുകാർ നല്ലതറിയില്ല. അയൽ വീട്ടിൽ പോയിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടോ? അയൽ വീട്ടിലേക്ക് പോയിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടോ? പണ്ട് അയൽ വീട്ടുകാരനെ കൊണ്ടാണ് ഈ അയൽ വീട്ടുകാരൻ ജീവിക്കുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അയൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാവും. ഒരു മുഅ്മിനായ മനുഷ്യന്റെ വീട്ടിൽ ചോർന്നൊരുക്കാതിരിക്കണമെങ്കിൽ അയൽ വീട്ടിൽ ചോർന്നൊരുക്കൂല. ഇത് മുഅ്മിന്റെ പ്രത്യേകതയാണ്. മുഅ്മിനല്ലാതെ കഴിയില്ല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ്, അതാണ് പഴയ കാലം ഒരിക്കലും നിസ്സാര കാലമാണെന്ന് വിചാരിക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ കാലം. ഇന്നതിന് അവസരവും ഇല്ല. ഇന്നിപ്പോൾ ഒരു വീട് വെട്ടിമേഞ്ഞ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കൂല. പിന്നെ ഇപ്പം എന്ത് വേണം? ഒരാൾ വീട് വാർത്തു കൊടുക്കണം. അത് ചെറിയ കാര്യം കൊണ്ട് അത് നടക്കൂല. പണ്ട് ഒരു വീട് കെട്ടിമേയാൻ 100-200 റുപ്യ. ഇന്നൊരാൾക്ക് വീട് വെച്ച് കൊടുക്കണമെങ്കിൽ എത്ര റുപ്യ വേണം? നീ വീട് വെച്ചെടുത്താൽ നിങ്ങൾക്ക് സന്തോഷമാകും. നിങ്ങളെല്ലാവരും സന്നദ്ധ സംഘടന കൂടിയിട്ട് ഒരു 5 ലക്ഷം റുപ്യ ഉണ്ടാക്കി ഒരാൾക്ക് ഒരു വീടിൻ്റെ ടെറസിപ്പിൻ്റെ പണിയെടുത്ത് കൊടുത്താൽ നമ്മൾ പോകുന്ന ഓലെന്താ പറയുക? ഒരു പറയാ മറ്റേ അപ്പുറത്ത് വേറൊരു മാലിൽ ഇന്നാലിനൊരു കൂട്ടൊരു വീട്, ആ വീട് ഞാനൊന്ന് പോയി ഇന്നലെ മോട്ടോർ സൈക്കിളിൽ പോന്നപ്പോൾ ഞാനതൊന്ന് ഇറങ്ങിക്കണ്ടു. എന്താ അതിൻ്റെ ചുരുക്ക്? അപ്പം പെരുക്കിത് നഷ്ടമായി തരുന്നു. മനസ്സിലായില്ല. വേറെ ഏതോ ഒരു കമ്മിറ്റിയാണ് ഇത് ഏറ്റെടുത്തെങ്കിൽ ഇത് 15 ലക്ഷത്തിൻ്റെ വീടെങ്കിലും ആക്കി തന്നിരുന്നു. ഈ കാരാക്കൂസുകളായതുകൊണ്ട് ഇത് 5 ലക്ഷത്തിൻ്റെ ആയി ചുരുങ്ങിന്. അപ്പം പിന്നെ ഒരു പഴി പറയുക. പണ്ടങ്ങനെയല്ല. 4 ഓലത്തടക്ക് തെങ്ങ് മടഞ്ഞ് അതിങ്ങനെ വെച്ചുകൊടുത്ത് അതിൻ്റെ വാതിൽ വെച്ചുകൊടുത്താൽ അൽഹംദുലില്ലാഹ് ആ കൊല്ലം മുഴുവൻ പറയും. അതാണ് വ്യത്യാസം. ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ചെയ്യണമെങ്കിൽ 10-25 ലക്ഷം റുപ്യ വേണം. ഒരു 10-15 എന്തേലും വേണം. അതിനുള്ള കച്ചവടക്കാരായ മുതലാളിമാർക്ക് മുഴുവൻ തൈര് പറയണം. എന്നിട്ട് ഓൻ്റെ ഹലാലല്ലാത്ത മുതൽ വാങ്ങി നമ്മൾ വെഞ്ചു കൊടുക്കണം. ഓനും തല്ലി നമുക്കും തല്ലി. ലാ യുബാലിൽ മർഉ മാ അഖറ മിൻഹു. ഇനിയൊരു കാലം വരും, അന്ന് മനുഷ്യൻ ഒരാളിൽ നിന്ന് സ്വീകരിച്ചാൽ അതിൻ്റെ അടിത്തറ അവൻ ആലോചിക്കൂല. അങ്ങനത്തെ ഒരു കാലം വരുമെന്ന് ഹബീബാ നബി പറഞ്ഞു. അത് ഷിറിൻ്റെ അഹ്ലുകാരുടെ കാലമാണ്. ഇന്നൊരാൾ പൈസ വാങ്ങാൻ എളുപ്പമാണ്, വെച്ചു കൊടുക്കുക. പക്ഷെ ഈ പൈസ എന്താ? പണ്ട് അങ്ങനെയല്ല. പണ്ട് 10 പുരക്കാർ അവരെ തെങ്ങിൻ്റെ കുഴപ്പമില്ലാത്തൊരു 10 പട്ടാന്നാ മതി. പിന്നെ നമ്മൾ മുടഞ്ഞ് വീടായി. അവയിൽ ഹറാമ് കയറിയില്ലാന്ന് ഉറപ്പിക്കുക. ഒരു ദുആ ചെയ്യണമെങ്കിൽ പോലും ഹലാല ഭക്ഷണം കഴിക്കണം. എന്നപ്പോൾ ഉറപ്പായിരിക്കാനുള്ളത്. ഇതൊക്കെ പുതിയ കാലഘട്ടത്തിൻ്റെ ദുരന്തങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ തറാവീഹ് നിസ്കരിച്ചു, നമ്മൾ പള്ളി ഉണ്ടാക്കി, ഇതൊന്നും വലിയ കാര്യമാണെന്നൊന്നും വിചാരിക്കണ്ട. മോശമാണെന്ന് അങ്ങനെ ഞാൻ പറയണില്ല. പക്ഷേ പരലോകത്ത് എന്നാലാണ് ഇതിൻ്റെയൊക്കെ വിലകേട് മനസ്സിലാവുക. പഴയ കാലത്തെ ആളുകൾക്ക് തറാവീഹ് ഒന്നുമില്ല, ഇല്ല തന്നെ. എൻ്റെ മേലിൽ ആകെ തറാവീഹ് നിസ്കരിച്ചിരുന്ന എൻ്റെ കുട്ടിക്കാലത്ത് 3-4 ആള്. ഇന്നിപ്പോൾ തറാവീഹ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മുണ്ടിട്ടേ പോകുള്ളൂ. തല്ലിൽ മുണ്ടിടണം. പള്ളിയിൽ തറാവീഹ് നടക്കണ നേരത്തെ നമ്മൾ ഇതിൽ നടക്കുകയാണെങ്കിൽ തല്ലിൽ മുണ്ടിടണ്ടേ? എൻ്റെ കുട്ടിക്കാലത്ത് പള്ളിയിൽ നിസ്കരിച്ച ഇറങ്ങിപ്പോകും. 95% ഇറങ്ങിപ്പോകും. ഒരു മൊല്ലാക്കി 2 വയസ്സന്മാരും അവിടെ പോകും. പക്ഷേ അവരൊക്കെ ഈമാൻ്റെ നിറകുടങ്ങളിരുന്നു. ഇറങ്ങിപ്പോയ മനുഷ്യന്മാരൊക്കെ ഇതൊക്കെ എന്താ? നേരം വെളുത്ത ഒരാളെ സഹായിക്കണം, അവന് പണിയെടുത്ത് കൊടുക്കണം, ഓൻ്റെ കുട്ടികൾക്ക് അന്നം തിന്നണമെങ്കിൽ പാടത്തിറങ്ങി കൊടുക്കണം. അക്കാലത്ത് കൃഷികൾക്ക് സഹായിക്കും, കന്നുകൂട്ടി സഹായിക്കും, വീട് വെക്കാൻ സഹായിക്കും. ഒന്നുമില്ല. അതുതന്നെയാണ്. ഭക്ഷണത്തിന് വെള്ളം കൂട്ടിയ സഹായിക്കും. ഒരു നാഴി അരി കൊടുത്താൽ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാം. ചെറിയ ചമ്മന്തി ഉണ്ടായാൽ മതി.
4 അരിയൊക്കെ കൊടുക്കാനുണ്ടാവുള്ളൂ. നമ്മൾ 1000 ആൾക്ക് ഇന്ന് നമ്മൾ 1000 ആൾക്ക് സമൂഹ നോമ്പ് തുറ നടത്തിൻ്റെ മേലെയാണ് വൈകുന്നേരം വരെ അട്ടുള്ള പാടത്ത് കഷ്ടപ്പെട്ട മനുഷ്യന്മാർ പണിയെടുത്ത് വന്നിട്ട് ഒരു 4 അരി അടുത്ത് വിട്ട് കൊടുക്കണം. എന്തേ പറയെന്തേ? ആ തിന്നണ കുട്ടികൾ മുഴുവനും പട്ടിണി കിടന്നവരാ, ആ തള്ള പട്ടിണി കിടന്നതാ ആണോ അല്ലേ? 4 അരി പണിയെടുത്ത് വന്നിട്ട് വൈകുന്നേരം 4 അരി കൊടുത്തു. ആ 4 അരിക്കുള്ള കൂലി ഇന്ന് 1000 ആളെ സമൂഹ നോമ്പ് തുറ നടത്തിയാൽ കിട്ടൂല. കാരണം ഇവരാരാ? അതിൽ ഒരാൾ പോലും ഭക്ഷണം ആവശ്യമുള്ള ഒരാളില്ല. കൗതുക ഇന്നത്തെ ഭക്ഷണം, കൗതുക. ഇന്നത്തെ ഭക്ഷണം വിശപ്പല്ല കാരണം. മന്തി തിന്നാൻ പൂത്തിയ എന്താ കാരണം? മന്തി എന്താ കാരണം? വിശപ്പാണോ? അല്ല, കൗതുകം. ഭക്ഷണം ഖുർആൻ പറഞ്ഞത് വിശപ്പിനാ. അത്വഅമഹും മിൻ ജൂ. പോയിന്റ് വളരെ ചിന്തിക്കണം. ഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹലത ശിതാഇ വസ്സൈഫ് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദി അത്വഅമഹും മിൻ ജൂ. വിശപ്പിനെ തൊട്ട് ഭക്ഷണം, അതാണ് ഭക്ഷണത്തിന് അനിവാര്യത. എന്നോ ഭക്ഷണമായ ഭക്ഷണം കൗതുക. ഏത് ഭക്ഷണത്തിന് അടിസ്ഥാനം കൗതുകം. പുതിയൊരു ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു പൊറാട്ട ഉണ്ട്, അപ്പുറത്തെ പീടിയിൽ പൊറാട്ട ഉണ്ട്, മറ്റേ പീടിയ പൊറാട്ട. ആ പൊറാട്ടക്ക് 100 ആൾ തിരക്കുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ തിരക്കി എന്തേ? എന്താ ഒരു ഭയങ്കര പൊറാട്ട. ഓ, അതാണ് അതിന്റെ അടിസ്ഥാനം, കൗതുകം. സാധനം എന്താ? ഈ പീടിയിലെ പൊറാട്ട മൈദ, ആ പീടിയിലെ പൊറാട്ടയും മൈദ, മറ്റേ പീടിയിലെ പൊറാട്ടയും മൈദ, ഒക്കെ മൈദ തന്നെയല്ലേ? പക്ഷേ മറ്റേ കൗതുകം. ഭക്ഷണത്തിന് വിശപ്പ് എന്നൊരു ആധാരം ഇന്നില്ല. പണ്ട് ഒരു 4 അരി കൊടുത്താലും അത് 1000 ആൾക്ക് ഇന്നത്തെ ഭക്ഷണം കൊടുക്കുന്നതിന് മേലെയാണ്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് പെരുന്നാളിനും നോമ്പിനൊക്കെ വലിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അതിന് കാരണം ഒരു കാലത്തുള്ള ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം തിരിച്ചു വരണം എന്നല്ല ഞാൻ ഈ പറഞ്ഞർത്ഥം. പക്ഷെ അതുകൊണ്ടൊന്നും ഇന്ന് നമുക്ക് നേട്ടം കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ വിചാരിച്ചൊന്നാവില്ല ഇബാദത്ത്. അള്ളാഹിന്റെ അടുക്കൽ അതിനൊക്കെ വലിയ എല്ലാം അങ്ങനെയല്ലേ? ബദറിൽ പങ്കെടുത്തവരും പിന്നുള്ള യുദ്ധത്തിൽ പങ്കെടുത്തവരും ഒരുപോലെയല്ല. എന്തേ? ബദർ ത്യാഗാണ്, പിന്നുള്ള അത്ര ത്യാഗമല്ല. ലാ യസ്തവി മൻ ആമന ഖബ്ലൽ ഫത്ഹി വബഅദഹു. മക്ക ഫത്തിന് മുമ്പ് മുസ്ലിം ആയവരും മക്ക ഫത്തിന് ശേഷം മുസ്ലിം ആയവരും ഒരുപോലെയല്ല. എന്റെ മക്ക ഫത്ത് കഴിഞ്ഞപ്പോ ഇസ്ലാമിന്റെ ഒരു മെജോറിറ്റി വന്നു, പിന്നെ പാടെ അതന്നെയല്ലേ? മക്ക ഫത്തിന് മുമ്പ് മുസ്ലിം ആയവരും മക്ക ഫത്തിന് ശേഷം മുസ്ലിം ആയവരും ഒരുപോലെയല്ല പുണ്യ റസൂൽ പറഞ്ഞു. മക്ക ഫത്തിന് മുസ്ലിം ആയവരോ? മക്ക ഫത്തിന് മുമ്പ് മുസ്ലിം ആയ ഒരു ത്യാഗ. കാരണം എവിടെ എത്തുന്നറിയില്ല. മക്ക വരെ പിടിച്ചടക്കി. എവിടുന്നാണോ അവരെ ഓടിച്ചത് അതുവരെ പിടിച്ചടക്കി. അപ്പോൾ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇവർക്കെതിരെ ഒരു വാക്കുച്ചരിക്കാൻ കഴിയുന്നവർ ഇല്ലാതെയായി. അപ്പൊ കുറെ ആളുകൾ മുസ്ലിമായി. തെറ്റല്ല, പക്ഷെ പഴയ കൂലിട്ടൂല. അതാ വ്യത്യാസം. ഇവിടുന്നൊക്കെ നമ്മൾ പഠിച്ച മനസ്സിലാവുന്നത് ത്യാഗമാണ് ഇബാദത്തിന്റെ ആധാരം എന്നാണ്. ഇബാദത്തിന്റെ ആധാരം ത്യാഗമാണ്. ത്യാഗത്തിനാ കൂലി. തഖ്വ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനം സുഹുദിനാണ്. ത്യാഗം, പരിത്യാഗം, എന്തിനും ത്യജിക്കാനുള്ള സന്നദ്ധത. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇന്നിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്താ? ഇപ്പോൾ ഗസായിൽ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല, പക്ഷെ നമുക്ക് കരയാൻ കഴിയും. 1000 ആൾക്ക് നോമ്പറക്കിനേക്കാൾ കൂലിയിട്ടും ഗസായിലെ കുട്ടികളെ കൊടുത്ത് കരയുക. ഒന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷെ കരഞ്ഞു റബ്ബേ. അപ്പം നമ്മളെ മനസ്സുണ്ട് അവരോട് പങ്കാളിയായി. എൻ്റെ നമ്മളെ 50 കൊല്ലം 100 കൊല്ലം മുമ്പുള്ള അവസ്ഥയിൽ എപ്പോൾ അവരുള്ളത്? അവർക്ക് അല്ലാഹു ഖൈർ കൊടുക്കട്ടെ. നമ്മൾ രാത്രി അവിടെയൊക്കെയാണ് കൂലി. ഈ നിസ്കാരത്തിനൊന്നും കൂലിട്ടൂല എന്നല്ല, കൂലി കിട്ടും. പക്ഷേ പഴയ കാലത്തെ ആ ഒരു സഹകരണത്തിന് ഇന്ന് പലപ്പോഴും നമുക്ക് ചാൻസ് ഇല്ല.
ഗസയിലെ കുട്ടികൾക്ക് വേണ്ടി കരഞ്ഞ കണ്ണുനീർ അതിന് വിലണ്ട്. അതിലൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ കരിഞ്ഞുപോയി. റബ്ബേ, അതിൻ്റെ അനുജനാണ്, അതിൻ്റെ ഒരു പെങ്ങളുട്ടിയാണ്, റബ്ബേ അവർക്ക് ഇനി കൊടുക്ക്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറിൻ്റെ വാതിൽ തുറന്നു തരട്ടെ. അതുകൊണ്ട് ദാറുൽ ഖുർആനിലെ ഇംദാദിൽ സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോഴും ആളുകൾ സഹകരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അവനവൻ്റെ സൗകര്യപ്രകാരം സഹകരിച്ചാൽ മതി. നിങ്ങളൊക്കെ കയ്യിൽ നിന്ന് കുറേ പൈസ ചൂഷണം ചെയ്യുക എന്നുള്ളതല്ല ഇപ്പം ഇതിൻ്റെ ഒന്നും ലക്ഷ്യം. ഇവിടെ കുറേ കുട്ടികൾ നന്മ പഠിക്കുന്നുണ്ട്, അതിന് വരുമാനങ്ങളൊന്നുമില്ല. കുറേ ആളുകൾ വന്ന് തല്ലുണ്ടാക്കുന്ന ഒരു വരുമാനം ഉണ്ടാക്കണമെന്ന് മാനസികമായി ഇതുവരെ എനിക്ക് താല്പര്യവും ഇല്ല. ഇതിങ്ങനെ നടന്നു പോകുന്നൊരു കാര്യം കിട്ടിയാൽ മതിയാവും. കുറച്ച് അധ്യാപകന്മാരുണ്ട്, അവരൊക്കെ ആത്മാർത്ഥമായി സഹകരിക്കുന്നവരാണ് എല്ലാവരും. പിന്നെ കുട്ടികൾ നന്മ പഠിക്കുന്ന നല്ല ആത്മാർത്ഥമുള്ള മക്കളുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് അവരൊക്കെ നമ്മളൊക്കെ ഇവിടുന്ന് പോകാനായി. അപ്പോഴത്തിന് ഇനിയും പുതിയ തളിരുകൾ വരേണ്ടതുണ്ട്. നമ്മൾക്കൊക്കെ കളർ മാറി. എന്ന് പറഞ്ഞില്ലേ, നമ്മളൊക്കെ കളർ മാറി. ഇനി അവർ വരണം. അവരിപ്പോൾ ചെറിയ തളിരുകളാണ്. ഇനി അവർ നല്ല കടുകട്ടിയുള്ള പച്ച ഇലകളാവും. അതാണ് അവരുടെ യൗവനം. പിന്നെ അവരും ഇതുപോലെ കളർ മാറും. അപ്പോഴത്തിന് പുതിയ ആളുകൾ വരും. ചരിത്രം അങ്ങനെയാണ് എപ്പോഴും. അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടേ പോകണം. ഡ്യൂട്ടി നിർവഹിക്കുക, അവരവരുടെ ഡ്യൂട്ടി നിർവഹിക്കുക. ആ ഡ്യൂട്ടി അവരവർ നിർവഹിക്കുമ്പോൾ സമൂഹം എപ്പോഴും അങ്ങനെ നന്മയിൽ അധിഷ്ഠിതമായി തന്നെ മുന്നോട്ട് പോകും. പുതിയ തിന്മകൾ വരുമ്പോൾ ആ തിന്മയുടെ മുളയെ നുള്ളിക്കളയാൻ ആളുകളുണ്ടാവും. അതിന് ഹക്കും ബാത്തിലും പഠിക്കണം. ഹക്കും ബാത്തിലും പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാഠം. ഖുർആൻ ഹക്കിന് വന്ന വേദഗ്രന്ഥമാണ്, അല്ലാതെ നിസ്കരിപ്പിക്കാൻ വേണ്ടി വന്ന വേദഗ്രന്ഥമല്ല. നിസ്കാരത്തെ വിമർശിക്കുകയാണ് അവസാനം ചെയ്തത്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നരകമാണ്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സഹൂൻ, എന്തിനാണ് ഞങ്ങൾ നിസ്കരിക്കുന്നത് എന്ന ബോധം അവർക്കില്ല. അല്ലദീനഹും യുറാഊൻ, അവർ ജനങ്ങളെ കാണിക്കാനേ നിസ്കരിച്ചിട്ടുള്ളൂ, യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ ജനങ്ങളെ കാണിക്കുന്ന നിസ്കാരക്കാരെ വിമർശിച്ചുകൊണ്ടാണ് ഖുർആൻ അവസാനിപ്പിച്ചത്. ഖുർആൻ നിസ്കരിപ്പിക്കാൻ വേണ്ടി വന്ന വേദഗ്രന്ഥമല്ല, ഖുർആൻ നീതിക്ക് വേണ്ടി വന്ന വേദഗ്രന്ഥമല്ല. ഖുർആന്റെ ലക്ഷ്യം നീതിയാണ്. എവിടെ നീതിയുണ്ടോ അവിടെ ഖുർആനുണ്ട്, എവിടെ നീതി ഇല്ലേ അവിടെ ഖുർആൻ ഇല്ല. എന്തിനാ ഖുർആൻ വന്നത്? നീതിക്കാ. ഒരു നേതാവിനെ നമ്മൾ ബഹുമാനിക്കേണ്ടത് ആ നേതാവ് നീതി നടത്താൻ സഹായിക്കുന്നു എന്നതുകൊണ്ടാണ്. ആകണം. അതാണ് നേതൃ ചിന്തയുടെ അടിസ്ഥാനം. ഒരു നേതാവിനെ ബഹുമാനിക്കണമെങ്കിൽ നീതിയിൽ ആ നേതാവിന് താല്പര്യമുണ്ടാകണം. നമ്മുടെ പന്തലുകളെയും കല്യാണ പന്തലുകളെയും ഒക്കെ ഫോട്ടോ എടുക്കാൻ സഹായിക്കുന്ന നേതാക്കൾ നീതി നടപ്പിലാക്കാൻ ഒരു താല്പര്യവും അവർക്കില്ലെങ്കിൽ അവരെ നേതാക്കൾ എന്ന് പറയാനാവില്ല. അതാണ് മുസ്ലിം ഉമ്മത്ത് ഇന്ന് നേതാക്കളില്ലാത്ത രൂക്ഷരമായ ഭൂമിയാണ് എന്ന് നമ്മൾ പറയാൻ കാരണം. ഖുർആൻ വന്ന നീതിക്ക് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് അള്ളാഹു നമ്മളെ സഹായിച്ചാൽ, അള്ളാഹു സഹായിക്കട്ടെ, നല്ല നല്ല മക്കൾ വരും, ഇനിയും നീതിമാന്മാർ വരും. ഇനിയൊന്നും നീതി ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട, ഇനിയും നീതിമാന്മാർ വരും. നമ്മളൊക്കെ പോയാലും അവരുടെ നീതി നടത്തും. നീതിയാണ് ആവശ്യം. നീതിയെ ബഹുമാനിക്കുക. നീതി ആർക്കാണ്? നീതി കിട്ടേണ്ടവനാണ്. അവൻ ഹിന്ദുവോ മുസ്ലിമോ അങ്ങനെ കണക്കൊന്നുമില്ല. നീതിക്ക് മതമില്ല, നീതിക്കൊന്നുമില്ല. നീതിക്ക് നീതി മാത്രമേ ഉള്ളൂ. എന്തിനാ ഖുർആൻ വന്നത്? ഖുർആൻ നീതിക്ക് വേണ്ടി വന്ന വേദഗ്രന്ഥം. അതുകൊണ്ട് നീതി നടപ്പിലാക്കുന്നവർ ഇവിടെ ഉണ്ടാവണം. അല്ലാഹു തആല എല്ലാവർക്കും റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു തരട്ടെ. അവസാനിപ്പിച്ചു. സമയം 6 മണിയാകാനായി. അവസാനിപ്പിക്കാം. അള്ളാഹുക്ക് പൊരുത്തപ്പെട്ടവരിൽ നമ്മളെ പെടുത്തട്ടെ. ഇംദാദിൽ സഹകരിച്ചവർ ഒരു കൈത്താങ്ങാണ് ഇംദാദ്. ഇതുവരെ സഹകരിച്ചവർ, ഇനിയും സഹകരിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു തരട്ടെ. നാളെ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച അള്ളാഹ് പ്രഭാഷണമുണ്ട്. 236-ാമത്തെ പ്രഭാഷണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ വേണ്ടി വീണ്ടും ദുആ ചെയ്യും. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിങ്ങളും ദുആ ചെയ്യാൻ അർഹരാണ്. ഇവിടുന്ന് ദുആ ചെയ്യാൻ മാത്രമല്ല, നിങ്ങളും ദുആ ചെയ്യാൻ അർഹരാണ്. ആർക്കൊക്കെ രോഗമുണ്ടോ ആ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കട്ടെ. ആർക്കെല്ലാം പ്രയാസങ്ങളുണ്ടോ, ആർക്കെല്ലാം ദാരിദ്ര്യമുണ്ടോ എല്ലാം അള്ളാഹു പരിഹരിക്കട്ടെ. എല്ലാ മക്കളെയും അള്ളാഹു സ്വാലിഹാക്കട്ടെ. എല്ലാ മക്കളെയും, അതാരുടെ മക്കളെന്നില്ല, എല്ലാ മക്കളും. ഒരു മകൻ നാശായ ബാക്കിയുള്ള മക്കളും നാശാവും. ഒറ്റ നാശായ മതി. ഈ തിന്മയുടെ സ്വഭാവം അങ്ങനെയാണ്. ഒരു നാട്ടിൽ ഒരു കുട്ടി നാശായാൽ ഒരുപാട് കുട്ടികൾ നാശാവും. ഒരു കുട്ടി നന്നായാൽ ഒരുപാട് കുട്ടികൾ നന്നാവും. ആ കുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ
നാശാകൽ പെട്ടെന്ന് നടക്കും. ഒരു കുട്ടി നാശായാൽ 100 കുട്ടികൾ നാശാവും. ഒരു കുട്ടി നന്നായാൽ ബാക്കി കുട്ടി നന്നാവണമെങ്കിൽ കുറച്ച് പണിയാ, നന്നാവില്ല, നല്ല പണിയാ. അപ്പോൾ എല്ലാ കുട്ടികളും നന്നാകാനാണ്, നാശാകരുത്. അള്ളാഹു എല്ലാ മക്കളെയും സ്വാലിഹാക്കി തരട്ടെ. എല്ലാ കുട്ടികളെയും അള്ളാഹു മുത്തഖീങ്ങൾ പെടുത്തട്ടെ. എല്ലാവരുടെ പെരുന്നാളും അള്ളാഹു സന്തോഷത്തിൻ്റെ പെരുന്നാളാക്കി തരട്ടെ. ഗസായിലെ മക്കൾക്ക് അള്ളാഹു ഖൈറിൻ്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ. ഗസായിലെ മക്കൾക്ക് അള്ളാഹു ഖൈറിൻ്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ. നമ്മൾക്കില്ലാത്ത ഭക്ഷണം കൊണ്ട് അള്ളാഹു അവരെ ഭക്ഷിപ്പിക്കട്ടെ. നമുക്കില്ലാത്ത വസ്ത്രം കൊണ്ട് അള്ളാഹു അവരെ സന്തോഷിപ്പിക്കട്ടെ. നമുക്കില്ലാത്ത ആനന്ദം അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങളെക്കാൾ വലിയ പ്രയാസം അവരുടേത്. ആ പ്രയാസങ്ങളെല്ലാം അള്ളാഹു തആല പരിഹരിച്ചു കൊടുക്കട്ടെ. അവരിൽ മരിച്ചവർക്കെല്ലാം അള്ളാഹു ഷഹീദിന്റെ പദവി നൽകട്ടെ. അവരിൽ മരിച്ചവർക്കെല്ലാം, ഗസായിൽ മരിച്ചവർക്കെല്ലാം, കഴിഞ്ഞ ഒക്ടോബറിന്റെ തുടക്കത്തിലാണ് ആ യുദ്ധം ആരംഭിച്ചത്. ഗസായിൽ മരിച്ചവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഷഹീദിന്റെ പദവി നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറിന്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ. അള്ളാഹു തആല ഖൈറിന്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ. എല്ലാം അള്ളാഹു തആല ഖൈറിന്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ. എല്ലാവരെയും അള്ളാഹു തആല നന്നാക്കട്ടെ. ഹമാസിന് വേണ്ടി നീ ചെയ്യേണ്ടത് ഹമാസിന്റെ അടുത്ത് പോയിട്ട് നീ പൊട്ടിത്തെറിക്കുക എന്നുള്ളതല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എല്ലാം രണ്ടും കാണുന്ന ഒരു റബ്ബുണ്ട്, ആ റബ്ബ് സഹായിക്കും. അള്ളാഹു തആല സഹായിക്കട്ടെ. അതൊരു ഹമാസിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ ഭൂമിയിൽ എവിടെയും ഒരു ജനത കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരേത് ജാതി മതത്തിൽപ്പെട്ടവരാണെങ്കിലും അള്ളാഹു അവരെ സഹായിക്കട്ടെ. ഈ ഭൂമിയിൽ എവിടെയും ഒരു ജനതയെ, ആ ജനത ക്രിസ്ത്യാനിയാണെങ്കിലോ അല്ലെങ്കിൽ ഏത് മതക്കാരാണെങ്കിലും അതല്ലാത്തവരാണെങ്കിലോ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ആ ഉപദ്രവത്തിൽ നിന്ന് ആ സാധുക്കളായ ജനതയെ അള്ളാഹു തആല രക്ഷപ്പെടുത്തി തരട്ടെ. അതാണ് പ്രാർത്ഥന, അത്രയേ ഉള്ളൂ. അള്ളാഹു തആല എല്ലാവർക്കും ഖൈറിന്റെ വാതിൽ തുറക്കട്ടെ. എല്ലാ മുസീബത്തിൽ നിന്നും അള്ളാഹു തആല എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളിൽ നമ്മളെയൊക്കെ ചേർത്ത് തരട്ടെ. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ സന്തോഷത്തിൻ്റെ വീട്ടിൽ അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടട്ടെ. നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. അതിലില്ലാതെ ഏത് തിന്മയിലും ആസ്വദിക്കാൻ ആധുനിക മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന പുതിയ ലിബറലിസ്റ്റുകളെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. അതാണ് എന്താ ലിബറലിസ്റ്റുകളുടെ ലക്ഷ്യം? ദൈവമില്ല, നിങ്ങൾ ജീവിതം ആസ്വദിക്കൂ എന്നാണ്. അള്ളാഹു തആല അത്തരം ആളുകളെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. ലിബറലിസ്റ്റുകളെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. ആണോ പെണ്ണാ? ഒരാൾ 21 വയസ്സായി, 2 മാസത്തോളം അപസ്മാരത്തിന് ആശുപത്രിയിലാണ്. അള്ളാഹുവേ ഷിഫ നൽകണമേ റബ്ബേ, ഷിഫ നൽകണമേ അല്ലാഹ്. നീയാണ് ഷിഫ നൽകുന്നവൻ, നീ അല്ലാത്തൊരാൾക്കും അധികാരമില്ല. നീ ഷിഫ നൽകണമേ റബ്ബേ, നീ ഷിഫ നൽകണമേ റബ്ബേ. ഏതൊക്കെ ഇങ്ങനെ പറഞ്ഞാലും ഏതൊക്കെ ഹൃദയത്തിൽ ബുദ്ധിമുട്ടുണ്ടോ ആ ഹൃദയത്തെ ബുദ്ധിമുട്ടിനെ നീക്കി കൊടുക്കണമേ റബ്ബേ. ഏതൊരു വീട്ടിൽ സമാധാനക്കേടുണ്ടോ ആ സമാധാനക്കേടിനെ നീ പരിഹരിക്കണമേ റബ്ബേ. ഏതൊരു വീട്ടുകാരൻ വീടില്ലാത്തവരുണ്ടോ അവർക്ക് നീ ഖൈറായ വീട് കൊടുക്കണമേ റബ്ബേ. ആർക്കെങ്കിലും വീട് വെച്ചതിൽ കടമുണ്ടോ ആ കടത്തെ നീ വീട്ടി കൊടുക്കണമേ റബ്ബേ. ഏതൊരു കിണറിൽ വെള്ളമില്ലയോ അവർക്ക് നീ ഖൈറായ വെള്ളം കൊടുക്കണമേ റബ്ബേ. ഏതൊരു വീട്ടിൽ അന്നമില്ലയോ അവർക്ക് നീ ഖൈറായ അന്നം കൊടുക്കണമേ റബ്ബേ. ഏതൊരു വീട്ടുകാരനും മക്കൾക്കും ജോലിയില്ലയോ അവർക്ക് ഖൈറായ അവരോട് യോജിക്കുന്ന ജോലി കൊടുക്കണമേ റബ്ബേ. ഏതൊരു വീട്ടിൽ പെൺകുട്ടികൾക്ക് പുതിയാപ്പിളമാരില്ലയോ അവർക്ക് അവരോട് യോജിക്കുന്ന നല്ല ഭർത്താക്കന്മാരെ കൊടുക്കണമേ റബ്ബേ. അവരെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന നല്ല കൈക്കരുത്തുള്ള ആണുങ്ങളെ കൊണ്ട് ആ പെണ്ണുങ്ങളുടെ ജീവിതത്തെ സന്തോഷമാക്കി കൊടുക്കണമേ റബ്ബേ. എല്ലാം ഖൈറാക്കി കൊടുക്കണമേ റബ്ബേ. ആരുടെയൊക്കെ കിഡ്നിക്ക് വിഷമമുണ്ടോ അവർക്കൊക്കെ ഖൈറായ കിഡ്നിയെ ഏതുണങ്ങിയ മരവും പച്ചയാക്കാൻ കഴിയുന്നവൻ റബ്ബല്ലേ. എന്ന് പറഞ്ഞില്ലേ? കരിഞ്ഞ ഈത്തപ്പനയിൽ നിന്ന് സമൃദ്ധമായ ഈത്തപ്പഴം നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ കിഡ്നി പ്രവർത്തനരഹിതമായിട്ടുണ്ടെങ്കിൽ അല്ലാഹു അതിനെ പച്ചയാക്കി പ്രവർത്തനക്ഷമമാക്കി കൊടുക്കട്ടെ. അവന് കഴിയും, ഒരു മരുന്നിനും കഴിയില്ല. അവനേ കഴിയൂ. അല്ലാഹ് ഏത് പ്രവർത്തനരഹിതമായ കിഡ്നിയും നീ പ്രവർത്തനക്ഷമമാക്കി കൊടുക്കണമേ. ഏത് ക്യാൻസർ ഉള്ളവൻ്റെയും രക്തവും അവൻ്റെ ശരീരത്തിൻ്റെ ആ കണ്ടന്റുകളും ശുദ്ധീകരിച്ച് അവരെ നീ രോഗമുക്തമാക്കി നല്ല ആരോഗ്യവാന്മാരാക്കി കൊടുക്കണമേ റബ്ബേ. ഏതൊക്കെ വീടുകളിൽ പ്രയാസങ്ങളുണ്ടോ അത് നീ പരിഹരിക്കണമേ റബ്ബേ.
കപ്പാട് നമ്മളെ സഹായിക്കുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ ഉപ്പ ഡയാലിസിസ് ചെയ്ത് വളരെ പ്രയാസകരമായ അവസ്ഥയിൽ ഈ നോമ്പിന് ശിഫ നൽകണമേ റബ്ബേ, ശിഫ നൽകണമേ റബ്ബേ, ശിഫ നൽകണമേ റബ്ബേ. ആ കുടുംബം പല തവണ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ശിഫ നൽകണമേ റബ്ബേ, അവർക്ക് അദ്ദേഹത്തിന് നീ ശിഫ നൽകണമേ റബ്ബേ. നല്ല നല്ല വാർത്തകൾ കൊണ്ടും ഞങ്ങൾ നീ കേൾക്കാൻ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. അദ്ദേഹത്തിന് നീ ആരോഗ്യം തിരിച്ചു കൊടുത്ത് റാഹത്തും സന്തോഷവും ആ കുടുംബത്തിന് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, എത്തിമക്കളെ പോറ്റുന്ന ഉമ്മമാർക്ക് നീ പ്രത്യേക ഖൈർ കൊടുക്കണമേ റബ്ബേ. ഭാര്യ ഭർത്താക്കൾക്കിടയിൽ നീ ഇൽഫത്തും മഹബത്തും ഇട്ട് കൊടുക്കണമേ റബ്ബേ. എപ്പോഴും ഒരു മനുഷ്യൻ്റെ വാതിലടച്ച് മുറിയിൽ കയറിയാൽ എന്നും അവർക്ക് പെരുന്നാളാകണമേ റബ്ബേ. ഒരു ഭാര്യയും ഭർത്താവും തിരിഞ്ഞു കടന്ന് തമ്മിൽ തെറ്റുന്ന ഒരവസ്ഥ ഒരു വീട്ടിലും മുത്തലാഖ് പോയിട്ട് ഒരു തൊലാഖ് പോലും ഉണ്ടാകരുതേ പടച്ചോനെ. എല്ലാ തൊലാഖിനെയും ഇല്ലാതാക്കണമേ റബ്ബേ. എല്ലാ സ്നേഹബന്ധങ്ങളെയും കൂട്ടി ഉറപ്പിക്കണം. ഏത് ഭാര്യക്കും ഭർത്താവിനെയും തമ്മിൽ നിധി പോലെ ഓരോരുത്തർക്കും ഭർത്താവിൻ്റെ നിധിയാണെന്നും ഭാര്യൻ്റെ നിധിയാണെന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന സാഹചര്യം അധികരിപ്പിക്കണമേ റബ്ബേ. അല്ലാ, ഒരു പ്രയാസമില്ലാതെ ഇൽഫത്തും മഹബത്തും അവർക്കിടയിൽ അധികരിപ്പിക്കണമേ റബ്ബേ. എല്ലാവർക്കിടയിലും അധികരിപ്പിക്കണമേ റബ്ബേ. എല്ലാ ഖൈറും തുറക്കണമേ റബ്ബേ. എല്ലാ മുസീബത്തും നീക്കണമേ റബ്ബേ. ലോകം ഒരു ഭയാശങ്കയിലാണ്, വല്ലാത്തൊരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അല്ലാഹ്, അതൊക്കെ നീക്കാൻ ഏത് ഉരുണ്ടു കൂടുന്ന കാർമേഘവും നീക്കാൻ നീ കഴിവുള്ളവനാണ്. എല്ലാ കാർമേഘവും നീക്കി ലോക സമാധാനം നൽകണമേ അല്ലാഹ്. ലോകത്തെവിടെയും 155 കോടി മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല 800 കോടി മനുഷ്യർക്കും നീ സമാധാനം നൽകണമേ റബ്ബേ. ഈ പെരുന്നാളിൻ്റെ നിറവിൽ 800 കോടി മനുഷ്യർക്കും നീ സമാധാനം നൽകണമേ റബ്ബേ. 140 കോടിയിലേറെ നിൽക്കുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ഐശ്വര്യവും സന്തോഷവും സമാധാനം, പരസ്പരമുള്ള തിരിച്ചറിവ്, മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും പാർസിയും ബുദ്ധനും ജൈനനും എല്ലാം ഞങ്ങളെല്ലാം ഹിമാലയത്തിൻ്റെ താഴെ കന്യാകുമാരി വരെ 2 ഭാഗത്തേക്ക് ചിറക് വിടർത്തി കിടക്കുന്ന ഈ പ്രവിശാലമായ ഈ ഭൂമിയുടെ മാതൃകാ രാജ്യമായ ഭാരതത്തിൻ്റെ ആ യഥാർത്ഥമായ ആ സൗഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ആ പഴയകാല ശീലങ്ങളെ തിരിച്ചെത്താൻ നീ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. പരസ്പരം കൊല്ലാനൊരുങ്ങുന്ന ഒരു ഭ്രാന്താലയമായി ഞങ്ങളുടെ രാജ്യം തകർന്നു പോകരുതേ റബ്ബേ. വർഗീയത വളർത്തുന്നവരെ പരാജയപ്പെടുത്തണമേ റബ്ബേ. വർഗീയത വളർത്തുന്നവരെ പരാജയപ്പെടുത്തണമേ റബ്ബേ. വർഗീയത വളർത്തുന്നവരെയും മനുഷ്യരെ തമ്മിൽ പണക്കുന്നവരെയും പരാജയപ്പെടുത്തണമേ റബ്ബേ. എവിടെയെല്ലാം സ്നേഹവും എവിടെയെല്ലാം ഐക്യവും എവിടെയെല്ലാം പരസ്പരമുള്ള പൊരുത്തവും ഉണ്ടോ അവരേത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും നിൻ്റെ റഹ്മത്ത് കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. ഭരണാധികാരികൾ നീതിമാന്മാരാകണമേ റബ്ബേ. ഈ പെരുന്നാളിൻ്റെ നിറവിൽ ഞങ്ങൾക്ക് നിന്നോട് ചെയ്യാനുള്ള ദുആ, ഹിന്ദുവാകണം പ്രധാനമന്ത്രി. ഇന്ത്യ ആ രാജ്യത്ത് 81% ഹിന്ദുക്കളുള്ള രാജ്യമാണ്. അങ്ങനെയാ കണക്ക്. ആ രാജ്യത്ത് പ്രധാനമന്ത്രിയാവേണ്ടത് ഹിന്ദു തന്നെയാണ്. നീതിമാനായാൽ മതി. അങ്ങനെ ഉണ്ടായിരുന്നു നെഹ്റു. ഒരു ആവറേജ് നീതിയുള്ള ആളായിരുന്നു. അദ്ദേഹം ഹിന്ദു ആയിരുന്നു. അദ്ദേഹം ഹിന്ദു ആയതിൻ്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? ഇല്ല. ഈ രാജ്യത്തെ പ്രധാനമന്ത്രി മുസ്ലിം ആകണമെന്ന് ആര് പറഞ്ഞാലും ഞങ്ങൾ പറയൂല. മുസ്ലിങ്ങൾക്ക് അങ്ങനെ ആവശ്യമില്ല. മുസ്ലിങ്ങൾക്ക് മുസ്ലിം ആയതുകൊണ്ട് കാര്യവുമില്ല, നീതിയുള്ളവനാകണം. വരെയുള്ള പല ഭരണാധികാരികളും നീതിമാന്മാരായിരുന്നു. ഇന്നത്തെ ഭരണാധികാരിയും നീതിമാനാകണമേ റബ്ബേ. നീതിയുള്ളവർക്ക് അധികാരം കൊടുക്കണമേ റബ്ബേ. നീതിയുള്ളവർക്ക് അധികാരം കൊടുക്കണമേ റബ്ബേ. എവിടെയും നീതി നിലനിൽക്കണമേ റബ്ബേ. എവിടെയും നീതി നിലനിൽക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഭരണകൂടം യുക്തമാവുകയും ജഡ്ജ്മെന്റ് എപ്പോഴും നീതിയുക്തമാവുകയും ചെയ്യണമേ റബ്ബേ. 600 രൂപ ഒരു വീട്ടിൽ 6 ആളുകളുടെ പൈസ ആയിരിക്കും. ഒരാളുടെ 100 രൂപ എന്ന കണക്കിന് അവർക്ക് നിശൈത്താനിയായ പ്രയാസം ഉണ്ടെങ്കിൽ ഒക്കെ നീക്കി കൊടുക്കണമേ റബ്ബേ. എല്ലാം ഇല്ലാഹു ആഖിദും ബിനാസിയതിഹി, ഏത് സൃഷ്ടിയാണെങ്കിലും അവൻ്റെ മൂർത്താവിൽ അള്ളാഹുവിൻ്റെ കൈയുണ്ട്. അവരെ ഉപദ്രവിക്കുന്നവരാരാണെങ്കിലും ആ ഉപദ്രവത്തിൽ നീ സാധുക്കളെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. ربنا عليك توكلنا وإليك أنبنا وإليك المصير إياك نعبد وإياك نستعين ولا حول ولا قوة إلا بالله العلي العظيم اللهم ما شاء الله 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 ما شاء الله. വീട് പണി പെട്ടെന്ന് പൂർത്തിയാകാൻ ഇംദാദിലേക്ക് 500 രൂപ. ഒരു വീട് പണിയൊക്കെ പെട്ടെന്ന് പൂർത്തിയായി അതിന് സന്തോഷമായി ആ വീട്ടിൽ കയറാൻ അവർക്ക് നീ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. ആ കുടുംബത്തിന് റാഹത്തുള്ളൊരു വീടാക്കി കൊടുക്കണമേ റബ്ബേ. ഞങ്ങളെല്ലാവരും വീടും അങ്ങനെയാക്കി തരണമേ റബ്ബേ. എവിടെയും പ്രയാസമില്ലാതാക്കണമേ റബ്ബേ. എവിടെയും സന്തോഷവും ധർമ്മവും കളിയാടണമേ റബ്ബേ. അവസാനം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിൻ്റെ പൊരുളറിഞ്ഞ് അതൊന്നങ്ങനെ ചൊല്ലിയിട്ട് നീണ്ടു കടന്ന് മരിച്ചു പോകാൻ ഞങ്ങളെയും സഹായിക്കണമേ റബ്ബേ. അതിൻ്റെ പൊരുളുണ്ട്. ഇന്നുവരെ ആ പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആ
അതിനൊരു പൊരുളുണ്ട്. ആ പൊരുളാണ് ഒരു വിശ്വാസിയുടെ അവസാനത്തെ ചിരിയുടെ കാരണം. ചിരിച്ചു മരിച്ചു കിടക്കുന്നവരെയും എൻ്റെ ആയുസ്സിൽ എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്, തനി നാടന്മാർ. പക്ഷെ മരിക്കുന്ന നേരത്തെ അല്ലാഹു തൗഹീദിൻ്റെ രുചി അവർക്ക് നൽകിയിട്ടുണ്ടോ? തൗഹീദ് തല്ലുകൂടാനുള്ള സാധനമല്ല. തൗഹീദ് എന്നാൽ ഏറ്റവും മധുരമായ വിഭവമാണ്. ആ വിഭവത്തിൻ്റെ ആത്മാവിൻ്റെ ഏറ്റവും വലിയ വിഭവം തൗഹീദാണ്. അതിൻ്റെ രുചി അറിയാൻ, അതിൻ്റെ മധുരമറിയാൻ നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. അതൊരിക്കലെങ്കിലും ഒന്ന് ആസ്വദിച്ചിട്ട് മരിക്കാൻ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. ഇന്ന് വരെ ആ വചനം പറഞ്ഞു എന്നല്ലാതെ ആ വചനത്തിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആ പൊരുൾ അറിഞ്ഞാൽ പിന്നെ ദുനിയാവ് മുഴുവൻ ഒരു രോമത്തിൻ്റെ കതിർ പോലും വിലയുണ്ടാവില്ല. അല്ലാഹ്, ആ തൗഹീദിൻ്റെ പൊരുളറിയുന്നവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. അതിനേക്കാളും ഒരു സന്തോഷമുള്ളൊരു കാര്യമില്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷം അല്ലാഹ് അമ്പിയാക്കൾക്ക് നീ അറിയിച്ചു കൊടുത്ത തൗഹീദിൻ്റെ പൊരുളറിയില്ല. അത് നീ ഞങ്ങൾക്ക് അറിയിച്ചു തരണമേ റബ്ബേ. ഒരു നബിയെപ്പറ്റി പുണ്യ റസൂൽ പറഞ്ഞു, അടിച്ചിട്ട് ഒരു നബി, സഹീഹുൽ ബുഖാരിയിലുണ്ട് ഈ ഹദീസ്. ഒരു നബിയെ തന്റെ ജനത അടിച്ച് രക്തം ഇങ്ങനെ വാർന്നൊഴുകി ആട്ടിക്കൊണ്ട് ആ നാട്ടിലങ്ങാടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. അപ്പോഴും ജനങ്ങൾ അടിച്ച് അല്ലാഹു അവർക്ക് നീ പുറത്തു കൊടുക്കണം. അവർക്ക് എനിക്കറിഞ്ഞ പൊരുൾ നീ അവർക്ക് അറിയിക്കാത്തത് കൊണ്ടാണ്. അങ്ങനത്തെ ഉണ്ട്. അതറിയാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ റബ്ബേ. അല്ലാഹ്, ഈ പരിശുദ്ധമായ പെരുന്നാളിൻ്റെ ഈ വൈകുന്നേരത്ത് ഞങ്ങൾ ചെയ്യുന്ന ഈ ദുആ നീ സ്വീകരിക്കണമേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പൊരുളുണ്ട്. അതറിഞ്ഞാൽ അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. പരലോകത്തെ സന്തോഷം നിൻ്റെ ലിഖാ ആണ്. ദുനിയാവിലെ സന്തോഷം തൗഹീദിൻ്റെ പൊരുളറിയലാണ്. നീ തൗഫീഖ് തരണമേ റബ്ബേ. സൂഫികൾ അറിഞ്ഞത് അതാണ്. അവരേത് കൂരിട്ടുള്ള രാത്രിയിലും വെളിച്ചമില്ലാതെ നടന്നു പോയത് തൗഹീദിൻ്റെ പൊരുളറിഞ്ഞതുകൊണ്ടാണ്. നാട് മുഴുവൻ അവർ ഉപദ്രവിച്ചപ്പോഴും അവർ ചിരിച്ച് സ്വീകരിച്ചത് അവർ തൗഹീദിൻ്റെ പൊരുളറിഞ്ഞത് കൊണ്ടാണ്. അവരെ കൊലപ്പെടുത്തിയപ്പോഴും കൊലപ്പെടുത്തി ജനതയ്ക്ക് പുറത്തു കൊടുക്കണമായ റബ്ബേ എന്ന് പറഞ്ഞത് അവർക്ക് തൗഹീദിൻ്റെ പൊരുളറിഞ്ഞത് കൊണ്ടാണ്. അതറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നും ഈ തൗഹീദ് തല്ലുകൂടാനുള്ളൊരു വഴിയാണ് എന്ന് മനസ്സിലാവുന്നത്. ആ തൗഹീദിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് അറിയിച്ചു തരണമേ റബ്ബേ. അതുകൊണ്ട് നിറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ റബ്ബേ. എല്ലാ മരിച്ചവർക്കും മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ. ഉപ്പ, ഉമ്മ, ജ്യേഷ്ഠൻ, അനുജൻ, കുടുംബത്തിൽ, ബന്ധത്തിൽ ആരൊക്കെ ഞങ്ങളെ ചോരകൾ, ഞങ്ങളെ മാതാവ്, ഞങ്ങളെ പിതാവ്, പിന്നെ അമ്മോശാക്ക, അമ്മായിമ്മ, ഞങ്ങൾ ബന്ധപ്പെട്ടവർ ആരൊക്കെ മരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. നിൻ്റെ ഫിർദൗസിൻ്റെ വാതിൽ തുറന്ന് അവരൊക്കെ നീ ഇന്ന് സ്വീകരിക്കുകയും നാളെ അങ്ങനത്തെ ഒരു വാതിൽ ഞങ്ങളെ ഖബറിലേക്കും നീ വെച്ച് തരുകയും ചെയ്യണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. മാലോകരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിതം മുഴുവനും സമർപ്പിച്ച പുണ്യ റസൂലിൻ്റെ കൈകളിൽ പിടിക്കാൻ നാളെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം സ്വയം ജീവിച്ചു ഹോപിച്ചു പോയ ആ മഹാനായ പുണ്യ റസൂലിൻ്റെ കൈകളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങുന്നവരിലും നീ ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. آمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم.